ശ്രീജിത്ത്, ഇവിടെ മറ്റന്നാൾ സി ജോസഫ് വിജയ് അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നോക്കൂ, 10 വർഷത്തെ അധികാരമില്ലാത്ത അവസ്ഥ, അതിനുശേഷം അധികാരത്തിലേക്ക് വരുമ്പോൾ 102 സീറ്റ് എന്നുള്ള മഹത്തായ ഒരു മഹാവിജയം കേരളം UDF സമ്മാനിക്കുന്നു. പിന്നെ 10 ദിവസത്തെ ഒരു പ്രശ്നമുണ്ടാകുന്നു. എന്താണ് ആ പ്രശ്നം? മുഖ്യമന്ത്രി ആര് എന്ന തരത്തിൽ അതൊരു പക്ഷേ ആ വിജയത്തിന് ശോഭ കെടുത്തിയോ എന്ന സംശയം ഉണ്ടാകുമ്പോഴേക്കും VD സതീശൻ ഒരുപക്ഷെ പ്രവർത്തക വികാരം കൂടി പരിഗണിച്ച് VD സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. 10 ദിവസത്തെ ആ വല്ലാത്തൊരു കാത്തിരിപ്പിന്റെ കാലുഷ്യം അത് മറയ്ക്കുന്നുണ്ട്. മറ്റന്നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരു ചരിത്രപരവും വലിയ ആഘോഷപരമായി നടത്താൻ തന്നെ ആവില്ലേ UDF ആലോചന? പ്രത്യേകിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിൽ കല്ലുകടിയൊന്നുമില്ലാതെ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ ശ്രീജിത്ത്. വലിയ ആഘോഷപൂർവ്വം വലിയൊരു ജനകീയ മന്ത്രിസഭയുടെ ജനകീയമായ ഒരു സ്ഥാനാരോഹണം എന്ന നിലയ്ക്കാണ് ഈ തിങ്കളാഴ്ചത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ UDF വിഭാവനം ചെയ്തിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞയാണ്. UDF സത്യപ്രതിജ്ഞ സാധാരണ ലോക് ഭവൻ വളപ്പിലോ ആണ് നടക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ ഇത് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് മാറുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ 12,000 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് ആദ്യം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ കാലാവസ്ഥയും മറ്റും പരിഗണിച്ച് പന്തലിന് വലിപ്പമടക്കം കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരെ എല്ലാം ക്ഷണിക്കണമെന്നുള്ളത് നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ താല്പര്യമായിരുന്നു. അതനുസരിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്കെല്ലാം ക്ഷണം പോയി. അവരെല്ലാവരും തന്നെ ഈ സ്ഥാനാരോഹണ ചടങ്ങിന്, സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തുമെന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന സുഖ്വീന്ദർ സിംഗ്, അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയായിരുന്ന ബാഗൽ, അവരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നു എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, AICCയുടെ മറ്റ് നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ തുടങ്ങി വലിയൊരു നേതൃസമ്പന്നമായ ഒരു സദസ്സായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഉണ്ടാവുക. ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് BJP അടക്കമുള്ള നേതാക്കൾ ക്ഷണിച്ച് BJP MLA-മാരും നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് സമൂഹ മാധ്യമത്തിൽ അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജിത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും മറ്റന്നാൾ ഒരു ഗംഭീര ദിവസമാക്കാനാണ് UDF പ്ലാൻ, UDF ആലോചന. അവർക്കത് അനിവാര്യമായ ദിവസമാണ്. പ്രത്യേകിച്ച് മന്ത്രിസഭാ രൂപീകരണം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് പോകുന്നുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.